പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ISL 11 സീസണിലെ 3-ാം മത്സരത്തിനായി ഇറങ്ങുകയാണ്. ISL 11 സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എവേ മത്സരത്തിനായാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങുന്നത്. ഏതായാലും വിജയത്തിൽ കുറഞ്ഞൊന്നും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല. ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്താനായിട്ട് അടുത്ത മത്സരത്തിൽ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനാവട്ടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് ഏറ്റ തോൽവിയുമായാണ് അവർ വരുന്നത്. ഇരു ടീമുകൾക്കും ജയം അനിവാര്യം തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. എന്നാലും ക്യാപ്റ്റൻ ലൂണ അടുത്ത മത്സരത്തിലും ഉണ്ടാകില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാലും ലൂണ അടുത്ത മത്സരത്തിൽ കളിക്കുമോ എന്നത് നമുക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. കാരണം നോർത്ത് ഈസ്റ്റിനെ നേരിടുന്നതിന് മുമ്പ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു താരവും പ്രീ മാച്ച് കോൺഫറൻസ് നടത്തും. എന്നാലും പ്രീ മാച്ച് കോൺഫറൻസിൽ നമുക്ക് ലൂണ കളിക്കുമോ എന്നത് പരിശീലകൻ വ്യക്തമാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ സ്റ്റാർട്ടിംഗ് 11-ൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സാധ്യത 11-ൽ നമ്മൾ ലൂണയെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് വീഡിയോയുടെ കടക്കും മുമ്പേ നമ്മുടെ ചാനൽ ഇപ്പോൾ 7K അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ 7K എത്താൻ ഇനി ഏകദേശം 102 സബ്സ്ക്രൈബേഴ്സിന് കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ 4-3-3 ഫോർമേഷൻ തന്നെയായിരിക്കും ഉപയോഗിക്കുക. എന്നാലും വമ്പൻ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി അടുത്ത മത്സരത്തിൽ സച്ചിൻ സുരേഷ് തന്നെ ഇറങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ മിലോസിനെയും അതുപോലെ തന്നെ പ്രീതത്തെയും സെൻറ്റർ ബാക്കുകളായി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന താരമാണ് സന്ദീപ് സിംഗ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. അവിടെ ഐവാൻ ഡോഗ്ലിംഗ് ആദ്യ 11-ലേക്ക് കടന്നു വരും. ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് സഹീഫിനെ ആയിരുന്നു ആദ്യ 11-ൽ ലെഫ്റ്റ് ബാക്ക് കൈകാര്യം ചെയ്യാനായി ഇറക്കിയിരുന്നത്. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ അവിടെ നവോച്ച സിംഗിനെ ഇറക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ നവോച്ച സിംഗ് ചില പിഴവുകളൊക്കെ വരുത്തിയത് കൊണ്ട് തന്നെ ഐവാൻ ഡോഗ്ലിംഗിനെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങളുണ്ടാകും. കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത വിപിൻ മോഹനൻ അവിടെ തുടരുമെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വിപിനോടൊപ്പം അടുത്ത മത്സരത്തിൽ മധ്യനിരയിൽ ഉണ്ടാകുന്ന വേറൊരു താരമാണ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അലക്സാണ്ടർ കൊയ്ഫിനെ നമുക്കവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മധ്യനിരയിൽ പുതിയൊരു താരം അടുത്ത മത്സരത്തിൽ ആദ്യ 11-ലേക്ക് കടന്നു വരും. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ മുഹമ്മദ് ഐമൻ മധ്യനിരയിലേക്ക് കടന്നു വരും. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരിക്കും മുഹമ്മദ് ഐമൻ മധ്യനിരയിൽ കളിക്കുക എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 2 വിങ്ങേഴ്സായി കളിക്കുക രാഹുൽ KPയും അതുപോലെ തന്നെ നോവാസദോയും ആയിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗോളടിച്ച് കൂട്ടുകാരായി ജീസസ് ടിമിനസ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആദ്യ 4 സ്ഥാനങ്ങളിലേക്ക് എത്താനായി ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ വിജയം അനിവാര്യം തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ എവേ മത്സരമാണ് കളിക്കുന്നത്. എന്നാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും നോർത്ത് ഈസ്റ്റ് ആവട്ടെ മോഹൻ ബഗാനോട് 2-3 ഗോളിന് തോറ്റതിൻ്റെ ഒരു വിഷമത്തിലാണ് അവരും ഇറങ്ങുന്നത്. അവർക്കും വിജയം അനിവാര്യം തന്നെയാണ്. എന്തായാലും ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന വിജയം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം.